നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 73. ഒരു പൊരുളിങ്കൽ അനേകമുണ്ടനേകം, പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവീല അധികോപനീയമാകും. ജീവിതത്തെ ആകവേ ഒന്നായി കാണാം. ഒട്ടനേകം കാര്യങ്ങൾ അവസാനമില്ലാതെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നും പറയാം. ഞാൻ എന്ന ബുദ്ധി തീക്ഷ്ണമായി വരുമ്പോൾ ഞാൻ അല്ലാത്തതെല്ലാം പലതായി പിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിൽ പലതും അപരിചിതവും അക്കാരണത്താൽ തന്നെ ഭയമുളവാക്കുന്നതുമാവാം. പരിചയമില്ലാത്ത ചുറ്റുപാടിൽ വന്നെത്തിയാൽ അപരനെ പറ്റിയുള്ള വിചാരം പലരിലും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ കഴിയുന്നതും നാം ഒഴിഞ്ഞിരിക്കുവാൻ നോക്കും. വേണ്ടി വന്നാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും തേടിവെക്കും. പുതിയ സ്ഥലത്ത് വരുന്നവൻ ആദ്യം നോക്കുന്നത് പരിചയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു ചെറിയ ലക്ഷണമെങ്കിലും ആരുടെയെങ്കിലും ചുണ്ടിൽ സ്ഫുരിക്കുന്നുണ്ടോ എന്നാണ്. ആ പ്രതീക്ഷ സഫലമായാൽ മനസ്സ് പെട്ടെന്ന് പ്രസന്നമാകും. ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് അഭിവാദനം ചെയ്യുകയോ കുശലം ചോദിക്കുകയോ ചെയ്താൽ മതി. അപരിചിതരുടെ ആ പ്രതിനിധി തനിക്ക് ആതിഥ്യത്തിൻ്റെ സൗഹൃദവും ഊഷ്മളതയും പകർന്നു തന്നതായി കരുതി സന്തോഷിക്കും. തുടർന്നുള്ള കുശലപ്രശ്നങ്ങൾ അവരുടെ വിചാരധാരയ്ക്കും വികാരങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള പാലമായി തീരുന്നു. അന്യോന്യമുള്ള സ്നേഹം ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ എന്നും നിങ്ങൾ എന്നും പറയുന്നതിനു പകരം അവർ നാം എന്ന് പറഞ്ഞു തുടങ്ങും. ഈ പുതിയ ചങ്ങാതി അയാളുടെ 10 സ്നേഹിതരെ കൂടി പരിചയിപ്പിച്ചു കൊടുത്താൽ അവരെപ്പറ്റി ഒന്നും അറിയേണ്ട. ആദ്യത്തെ സ്നേഹിതനോട് തോന്നിയ സ്നേഹാദരങ്ങളിൽ നിന്നും ഉടലെടുത്ത സാമൂഹ്യ സൗഹൃദം അവർക്കെല്ലാം ഒരുപോലെ സ്വീകാര്യമാകുന്നു. ഇവിടെ ഒന്നെന്നും പലതെന്നും കരുതിയിരുന്നത് ഇപ്പോൾ ഒരു വലിയ വൃത്തത്തിലുള്ള നമ്മളായി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സന്ദർഭം എടുക്കാം. നിങ്ങൾ സ്വന്തം വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്ന സ്വന്തം മുറിയിൽ ഏകാന്തനായിരിക്കുകയാണ്. നാട്ടുകാരോ വീട്ടുകാരോ യാതൊരു തരത്തിലും അസഹ്യപ്പെടുത്തുന്നില്ല. എന്നിട്ടും ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നു. ഞാൻ എന്ന നിലയിൽ ഒന്നായി അനുഭവപ്പെട്ടിരുന്ന അന്തരംഗം ചിന്നിച്ചിതറിക്കിടക്കുന്നു. ചിന്തകൾ ഒരു വഴിക്ക്, ആദർശങ്ങൾ വേറൊരു വഴിക്ക്, ആഗ്രഹങ്ങൾ ലഗാനില്ലാതെ ഓടുന്നു. ആര് ആരെ നിയന്ത്രിക്കണം എന്ന് അറിഞ്ഞുകൂടാ. നാഥനില്ലാത്ത വീടുപോലെയായി. ഇതുവരെ ഒന്ന് എന്ന് കരുതിയിരുന്ന ഞാൻ അനേകമായി വിണ്ടുപോയിരിക്കുന്നു. ഈ തരത്തിൽ നമ്മെപ്പോലും നമുക്ക് ഒന്നായും പലതായും കാണാം. ഇങ്ങനെ ഒരർത്ഥമുള്ള പല പൊരുളും പല അർത്ഥമുള്ള ഒരു പൊരുളും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിൽ ഗ്ലൗക്കോനുമായി സോക്രട്ടീസ് നടത്തുന്ന സംവാദത്തിൽ ഒരേ സൗന്ദര്യത്തെയും ഒരേ നന്മയെയും ഒട്ടനേകം വസ്തുക്കളിലും ആളുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നത് എടുത്തു കാണിക്കുന്നു. അതുപോലെ
സോക്രട്ടീസും പാമനൈഡീസും തമ്മിലുള്ള സംഭാഷണത്തിൽ സജാതീയവും വിജാതീയവുമായ എല്ലാം എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നതായി പാമനൈഡീസ് എടുത്തു കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ ദുഃഖം മുതൽ സമതുലിതമായ മനസ്ഥിതി വരെയും സമതുലിതതയിൽ നിന്ന് പരമാനന്ദം വരെയും ഉള്ളതെല്ലാം പ്രിയം എന്ന ഒരളവുകോലിൽ അടങ്ങുന്നു. പ്രിയത്തിൻ്റെ അടിസ്ഥാനം ആത്മാഭിന്നമായിരിക്കുന്ന ആനന്ദം മാത്രമാണ്. ഉപനിഷത്ത് കാലം മുതൽ ഒരു പൊരുളിൽ അനേകം അർത്ഥവും ഒരു അർത്ഥത്തിൽ അനേകം പൊരുളും നാം കാണുന്നുണ്ടായിരുന്നെങ്കിലും ഈ അഭേദത്തെ ജീവിത ദർശനമാക്കി അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാറ്റിനെയും ആത്മൗപമ്യമായി അംഗീകരിക്കുവാനും ഏവരിലും കരുണ ചൊരിയുവാനും പണ്ഡിതന്മാർക്ക് പോലും കഴിയുന്നില്ല. അഭേദവാദം പറയുവാനും സമർത്ഥിക്കുവാനും എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. അതുകൊണ്ടാണ് ഗുരു ഈ അറിവിനെ അതിഗോപനീയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓ